അങ്ങനെ ഗൈസ് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫ്ലാറ്റിലോട്ട് പോകുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം മമ്മിക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ല പോകുന്നത്, 2 ടൈമിലാണ് പോകുന്നത്. കാരണം തുന്തുക്കുട്ടി നല്ല ഉറക്കമായിരിക്കും. വെളുപ്പിനെയാണല്ലോ ഒരു 5:45 ആകുമ്പോഴത്തേക്കുമാണ് എൻ്റെ ക്ലാസ്. അത് കഴിയുമ്പോഴത്തേക്കും മമ്മിക്ക് അങ്ങനെ ഒരു 45 മിനിറ്റ്സ് ആണ് കേട്ടോ ക്ലാസ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആരും കാണത്തില്ല. റിക്സിനേൻ്റെ ക്ലാസ് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ക്ലാസ് ക്യാൻസൽ ആവുകയാണെങ്കിൽ ആൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും മമ്മി താഴത്തോട്ട് പോകും. എന്നെ അവർ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മമ്മീനെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം എന്തായാലും ആൾ നല്ല ഉറക്കത്തിലാണ്. കാരണം രാവിലെ ഞാൻ പോകുന്നതിന് മുന്നേ ഫീഡ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. ഇടയ്ക്ക് ആളൊന്ന് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കാറുണ്ട്. അതാണ് ഈ രാത്രിയിൽ മെയിൻ പ്രശ്നം. രാവിലെ രാത്രിയിലൊക്കെ ഈ ഉറക്കത്തിൻ്റെ സമയത്താണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഇടവിട്ട് ചെറുതായിട്ട് ആൾ ഉണർച്ച വരുമ്പോഴത്തേക്കും പാൽ വേണം അവന്, അല്ലെങ്കിൽ ഞാൻ അടുത്ത് വേണം. ഇതാണ് മെയിൻ സംഭവം. അപ്പം ഞാനിപ്പോൾ എന്തായാലും കയറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പോയി നോക്കി. കാരണം ഇത് കഴിഞ്ഞാൽ നേരെ ഞാൻ കിച്ചണിൽ പോയിട്ട് ഉച്ചക്കത്തെ രാവിലത്തേക്ക് പരിപാടികളൊക്കെ കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറണ്ട. കിച്ചൺ നമ്മൾ മെയിനായിട്ടും ക്ലോസ് ചെയ്യും. എനിക്കിപ്പോൾ കിച്ചണിൽ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എത്ര പെട്ടെന്ന് പണി തീർത്ത് എനിക്ക് റൂമിൽ കയറാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം നോക്കി വെറുതെ അവനെ എഴുന്നേൽപ്പിക്കുന്നില്ല ഗൈസ്.